യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ലൂക്കോസ് 23 46 യേശുവിൻ്റെ ഈ ലോകപ്രകാരമുള്ള മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അവസാന വാക്കുകളായിരുന്നു ഇത്. ഒരിക്കലും നിരാശയുടെ വാക്കുകളായിരുന്നില്ല. തൻ്റെ പിതാവിനോടുള്ള ആഴമായ ആശ്രയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും വാക്കുകളായിരുന്നു. തീവ്രമായ കഷ്ടതയും വേദനകളും യേശുവിനെ ഭയപ്പെടുത്തിയില്ല. ആത്മധൈര്യത്തോടുകൂടെ യേശു തൻ്റെ ആത്മാവിനെ സുരക്ഷിതമായി പിതാവിൻ്റെ പക്കൽ ഫലമേൽപ്പിക്കുന്നു. ഇതൊരു സമ്പൂർണ്ണ ആശ്രയത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഈ വാക്കുകൾ സങ്കീർത്തനം 31 5 നിന്ന് എടുത്തുള്ളതാണ്. യഹൂദന്മാർ കഷ്ടതയുടെയും നിരാശയുടെയും അവസ്ഥകളിൽ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്. ജീവിതത്തിൻ്റെ ഏറ്റവും അന്ധകാരത്തിൻ്റെ അവസ്ഥയിലും ദൈവാശ്രയത്തിനു നിന്ന് യേശു പിന്തിരിഞ്ഞില്ല. ദൈവത്തെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും ആശ്രയിക്കുവാൻ നാം കടംപ്പെട്ടവരാണ്. സന്തോഷത്തിലും വേദനയിലും നഷ്ടങ്ങളിലും അനിശ്ചിതത്വത്തിൻ്റെ അവസ്ഥകളിലുമെല്ലാം നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഈ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു. യേശു ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഒറ്റിക്കൊടുക്കലിൻ്റെയും തള്ളപ്പെടലിൻ്റെയും കഷ്ടതകളുടെയും അവസ്ഥകളിൽ പിതാവുമായുള്ള ബന്ധം യേശു നിലനിർത്തുന്നു. ഇത് സൂചിപ്പിക്കുന്നത് യാതൊരു സാഹചര്യത്തിനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്നതാണ്. ദൈവം നമ്മെ കൈവിട്ടു എന്ന് തോന്നുന്ന സമയങ്ങളിൽ പോലും ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇതൊരു സമ്പൂർണ്ണ സമർപ്പണമായിരുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും. എന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? യേശു സ്വയമായി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിലുള്ള ആശ്രയവും വിധേയത്വവും ബലഹീനതയുടേതല്ല, ശക്തിയുടെ ലക്ഷണമാണ്. അതിലൂടെ നമ്മുടെ ജീവിതങ്ങളെ മാത്രമല്ല, നമ്മുടെ ഭയത്തെയും ഭാവിയെയുമെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാനും സുരക്ഷിതത്വം അനുഭവിക്കുവാനും കഴിയും. ഓരോ ദിവസവും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ പദ്ധതികൾ, ആവശ്യങ്ങൾ, ഭാരങ്ങൾ എല്ലാം സമർപ്പിക്കണം. അതോടൊപ്പം യേശുവിൻ്റെ അന്ത്യമൊഴി ആഴമായ വിശ്വാസത്തിൻ്റെ പ്രകടനമായിരുന്നു. നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റിയ സ്ഥാനം ദൈവസന്നിധിയാണ്. ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്. അതിനെ ദൈവകരങ്ങളിൽ സുരക്ഷിതമായി സമർപ്പിക്കുവാൻ കഴിയേണ്ടതാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. അതിലൂടെയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ പക്കൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതവും ആകുലതകളും ഭാവിയുമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. യേശു ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു. അതുപോലെ സമ്പൂർണമായ ദൈവാശ്രയത്തിൽ ജീവിക്കുവാൻ നമുക്കും കഴിയണം. ജീവിതത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായ കാര്യങ്ങളുടെ നിയന്ത്രണം ദൈവത്തിന് ഏൽപ്പിക്കണം. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ നാം ആർജിച്ച ദൈവീയ ശക്തി അനുദിനം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും നിലനിർത്തുവാനും നമുക്ക് ഇടയാകണം. ദൈവത്തിലുള്ള നിരന്തരമായ ആശ്രയവും വിധേയത്വവും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.